ശരി, ഓക്കെ. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ എന്തിനാണ് നമ്മുടെ രാജ്യം ഇടപെടുന്നതെന്നൊക്കെ ചോദിച്ച ആളുകളൊക്കെ ഇപ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് ഈ യുദ്ധം എത്തിയിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മൾ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം മനു. നിങ്ങൾ ആദ്യം ഈ ചർച്ചയ്ക്ക് വിഷയം എടുത്തപ്പോൾ കുറെ പേര് മനു പറഞ്ഞത് കണക്ക് തന്നെ ചോദിച്ചായിരുന്നു. അങ്ങ് ഇറാനിലല്ലേ യുദ്ധം നടക്കുന്നത്, ഇവിടെ എന്താ നമ്മൾ അതിന് ചർച്ച വെക്കുന്നത്, എന്താ ചർച്ച? അവർക്കെല്ലാം ഉള്ള ഒരു മറുപടി, ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും എവിടെ പ്രശ്നം നടന്നാലും നമ്മളെ രാജ്യത്തെയും ബാധിക്കും എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഒരു മാധ്യമമാകുമ്പോൾ എല്ലാ വിഷയത്തിലും ഇടപെടും. രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മൾ ഈ ഗ്യാസിന് ബുദ്ധിമുട്ടുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇതിനു വേണ്ടി ഒരു ബദൽ സംവിധാനം ഒരുക്കാനോ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഇത് സംസ്ഥാനങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതിന് അവർക്കൊരു മറുപടിയില്ല. അതിന്റെ അർത്ഥം കേന്ദ്ര ഗവൺമെന്റ് ഇത് വൻ പരാജയമാണ്. കാരണം 12 ദിവസം അല്ലെങ്കിൽ 13 ദിവസമായി യുദ്ധം തുടങ്ങിയിട്ട്, പക്ഷേ 13 ദിവസമായപ്പോൾ തന്നെ നമ്മളെ നാട് പട്ടിണിയിലായി. ഇപ്പൊ ഞാൻ വ്യാപാരി വർക്കിംഗ് പ്രസിഡന്റാ. എന്നടുത്ത് ഇപ്പോൾ ഒരു 25 സുഹൃത്തുക്കളെങ്കിലും ഗ്യാസ് കിട്ടുമോ, കണ്ണൂരായാലും കാസർഗോഡായാലും കിട്ടുമോ എന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങളും എല്ലാവരും നിസ്സഹായരാ. വ്യാപാരികള്, ഹോട്ടൽ വ്യാപാരം ചെയ്യുന്ന എല്ലാ മേഖല വ്യാപാരികളും ഈ 4-5 ദിവസം കൊണ്ട് തകർന്നു പോയി. സർക്കാർ ഒരു ബദൽ സംവിധാനം ചെയ്യാനോ അല്ലെങ്കിൽ സർക്കാർ ഞങ്ങളെ വ്യാപാരികള് വഴിയിൽ കച്ചവടം ചെയ്യുന്നവർ വരെ ഉണ്ട് ഞങ്ങളുടെ ഈ മെമ്പർഷിപ്പ്, പക്ഷെ അവരെല്ലാം പട്ടിണിയില്ല. അപ്പൊ സർക്കാർ അടിയന്തരമായി തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഞങ്ങളുടെ ഈ ചെറുകിട കച്ചവടം ചെയ്യുന്ന ചെറുകിട വ്യാപാരികൾക്ക് അടിയന്തരമായി എന്തെങ്കിലും ഒരു ഫണ്ട് അനുവദിക്കണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മൊത്തം ഞങ്ങളുടെ വ്യാപാരി സുഹൃത്തുക്കൾ അങ്ങനെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇച്ഛാശക്തി ഇതിനകത്തില്ല. വെറും 10 ദിവസം മാത്രമേ നമ്മളെ നാട്ടിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള ഗവൺമെന്റിന് കപ്പാസിറ്റി ഉണ്ടെന്ന് ലോകം മൊത്തം പറയുന്നു. ആ കപ്പാസിറ്റി അല്ല കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടത്. ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്താവ് രാജ്യമാണ് നമ്മുടെ സംസ്ഥാനം, മാത്രമല്ല രാജ്യവും. നമ്മളെല്ലാവരും പറയുന്നു നമ്മൾ സ്വയം പര്യാപ്തരാണ്, നമ്മൾ സ്വയമേയാണ്. അവിടുന്ന് ഹോർമസ് കടലിൽ നിന്ന് കപ്പൽ കടന്നു വരാതിരുന്നപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുന്നു. എന്നിട്ടും ഇറാന്റെ നമ്മളോടുള്ള ഒരു സ്നേഹം നോക്കിക്കൊള്ളണം. നമ്മൾ അമേരിക്കയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും പ്രധാനമന്ത്രിയും ഇന്ത്യ ഗവൺമെന്റ് സപ്പോർട്ട്. പക്ഷേ ഹോർമോസ് കടലിൽ നിന്നും ആ ഇടുക്കിൽ നിന്നും നമ്മളുടെ 2 ഷിപ്പുകൾ ഇന്നും കടന്നു വരുവാൻ ഇറാൻ പറഞ്ഞു. ഇന്ത്യയുടെ കപ്പലാണെങ്കിൽ കടന്നു പോകട്ടെ, ഞങ്ങൾക്ക് അവരുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മളുടെ മുൻഗാമികൾ ഇന്ദിരാഗാന്ധിയും മറ്റുള്ളവരും ഉണ്ടാക്കിയ ഒരു നയതന്ത്ര ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ ഗവൺമെന്റ് ആ നയതന്ത്ര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുകൊണ്ട് എനിക്കിപ്പോഴും പറയുവാനുള്ളത്, ലോകത്തെ എല്ലാ യുദ്ധങ്ങളെയും ഇന്ത്യ ശക്തമായി എതിർക്കണം, നമ്മൾ ഇറാനോടൊപ്പം നിൽക്കണം. അതാണ് എനിക്ക് കൃത്യമായി ഇതിനകത്ത് കിരൺ പറയാനുള്ളത്. കിരണിന്റെ മറുപടി ഒന്നും കാണുന്നില്ല. ശരി, ശ്രീ ബിനോയാണ് പ്രതികരിച്ചത്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, യഥാർത്ഥത്തിൽ അതൊരു ചോദ്യമാണ്. അവിടെ ഒരു യുദ്ധം തുടങ്ങി ഇപ്പോൾ തന്നെ വളരെ വേഗത്തിൽ ഒരു ക്ഷാമത്തിലേക്ക് നമ്മളുടെ നീങ്ങുന്നു. നമ്മുടെ ഹോട്ടലുകളൊക്കെ അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. രാജ്യത്തിന് അതിനുവേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ അത്ര കാര്യങ്ങൾ ഇല്ല എന്നതുകൂടിയാണ്. പക്ഷെ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ യുദ്ധം തുടർന്നാൽ എന്താവുമെന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമ്മള് ദിവാകരൻ തലശ്ശേരി, ബിനോയ് കൊല്ലം, അഹമ്മദ് ബാബ മലപ്പുറം ഇവരൊക്കെ പറയുന്ന സമയത്ത് കിരൺജി ഒരു വാക്ക് പോലും ഇടപെട്ട് ചോദിക്കാനോ ഇടപെടാനോ അതിനെ ഒന്ന് പോലും കിരൺജി ഖണ്ഡിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കിരൺജി അതിന് ഖണ്ഡിക്കാൻ പോലും ഏതൊക്കെ അവസരങ്ങളായിരുന്നു താങ്കൾ പറഞ്ഞോളൂ. ആയിക്കോട്ടെ, അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒന്ന്. പിന്നെ ഗോപകുമാർ അത് പറഞ്ഞോളൂ. താങ്കൾ ഏത് അവസരത്തിലായിരുന്നു അവർ പറഞ്ഞ തെറ്റായ ഒരു പ്രസ്താവന വന്നു, തെറ്റല്ലേ പ്രകോപനപരമായ ഒരു പ്രസ്താവന വന്നു, അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായെങ്കിൽ ഞാനത് ഖണ്ഡിക്കാമായിരുന്നു. താങ്കൾ അത് ചൂണ്ടിക്കാണിച്ചാൽ ഇപ്പോഴും നമുക്ക് തിരുത്താം. ഓക്കെ. അഹമ്മദ് ബാബ മലപ്പുറം പറഞ്ഞ ആള് പറഞ്ഞത് നമ്മളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ BJP ഒരു കാര്യങ്ങളും ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. നമ്മളെ തന്ത്രപരമായ കാര്യങ്ങള് ഈ കാര്യങ്ങൾ ചെയ്യാനെന്നുള്ള ഒരു ഇടപാടും. ഞാൻ അതിനിടയ്ക്ക് മറ്റൊരാൾ പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഇന്ത്യ ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഇൻട്രോയിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു
ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ തുടക്കത്തിൽ ഇൻട്രോയിലും പറഞ്ഞു, അതിനുശേഷം ഒരാൾ പറഞ്ഞപ്പോഴാണ്, പേര് കൃത്യമായി ഓർക്കുന്നില്ല, പറഞ്ഞപ്പോഴും ഞാൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചാണ്. മലപ്പുറം ഞാനതിവിടെ എന്റെ പേന എടുത്ത് ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയോ പിണറായി വിജയനോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബന്ധപ്പെട്ട് നടത്താൻ കഴിയുമോ, ഇവർക്ക് ആർക്കെങ്കിലും നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നടത്തട്ടെ. നമ്മൾ രാജ്യത്തിന് വേണ്ടി ആര് ചെയ്താലും നല്ല കാര്യമാണ്. നല്ല കാര്യം ചെയ്താൽ നല്ല കാര്യം ചെയ്തു സമ്മതിക്കാൻ ഇപ്പൊ ഈ പറഞ്ഞ 3 പേരും ഇതുവരെ നമ്മൾ ഈ ഇത് കണ്ടുകൊണ്ടിരുന്ന 3 പ്രേക്ഷകർ പറഞ്ഞത് ഗോപകുമാർ, എന്റെ ഒരു സംശയം, ഈ നല്ല കാര്യം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആ അവസരത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നു. ഹോട്ടലുകൾ പൂട്ടിയിരിക്കുന്നു. കേരളത്തിലെ നല്ലൊരു ശതമാനം ഹോട്ടലുകളും ഇപ്പോൾ പൂട്ടുന്നു. അടുത്ത ഹോട്ടലിലൊക്കെ 2-3 ദിവസങ്ങളിൽ പൂട്ടുമെന്ന ആശങ്ക നിൽക്കുന്നു. ഇങ്ങനെ ഒരു ആശങ്കയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവരെ ഏത് സർക്കാർ ഭരിച്ചാലും ആ സർക്കാരിനെതിരെ പറയും. അത് സ്വാഭാവികമല്ലേ? എന്താണ് കേൾപ്പിക്കാൻ കിരൺജിക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. കിരൺജി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സംസാരിക്കുന്നത് മുഴുവൻ കിരൺജിയാണ്. താങ്കൾ പറഞ്ഞോളൂ. ഹോർമോസ് കടലെടുക്ക് പൂട്ടിയത് അറിയാവുന്ന കാര്യമാണല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഹോർമോസ് കടലെടുക്ക് ആ വഴി കൂടെയാണ് ഇന്ത്യക്ക് വേണ്ട എല്ലാവിധ കപ്പലുകളും വരുന്നത്. ഹോർമോസ് കടലെടുക്ക് വഴിയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കടലെടുക്ക് വഴി തന്നെയാണ് 2 കപ്പലുകൾ ഇപ്പൊ വന്നത്. വന്നോ ഇല്ലേന്ന് അറിയില്ല എന്നാണ് ഇപ്പൊ ലാസ്റ്റ് വിളിച്ച ആള് പറഞ്ഞത്. അല്ല, നേരത്തെ സംസാരിച്ച ബിനോയ് അടക്കം അവിടെ കടലിടുക്കൽ വഴി ഇന്ത്യൻ കപ്പലുകൾ വന്നുവെന്നും ഇറാൻ ഗോമർ ഒരു മിനിറ്റ് അല്ല, താങ്കളെ പറയുമ്പോൾ അത് തിരുത്തി പോകേണ്ടതുകൊണ്ടാണ്. ആ കടലിടുക്ക് വഴി ഇന്ത്യൻ കപ്പലുകൾ കടന്നു വന്ന കാര്യവും ഇറാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് ഇന്ത്യ പരസ്യമായി ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഇറാന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്ത ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യൻ കപ്പലുകൾ കടത്തിവിടാൻ ഇന്ത്യയും ഇറാനുമായിട്ടുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധത്തിന്റെ ഫലമായി അവർ കടത്തിവിടാൻ തയ്യാറായി എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പൊ പിന്നെ ആരും ഇല്ല എന്ന് ഒരു കപ്പലും അങ്ങനെ വന്നില്ലെന്ന് ആരും പറഞ്ഞില്ല. തെറ്റായ കാര്യങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. വന്നു എന്ന് പറയുന്നത് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നാണ് പറഞ്ഞത്. വന്നില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകരുതെന്നുള്ള അതിനെപ്പറ്റി എനിക്ക് പറയാറില്ല. പിന്നെ നമ്മുടെ ഈ കപ്പലുകൾ വന്നത് കാരണം 2 കപ്പലാണ് വന്നത്. പുഷ്പ എന്ന പേരുള്ള കപ്പലും പരിമള പറഞ്ഞ ഒരു കപ്പലാണ് വന്നിരിക്കുന്നത്. ഈ കപ്പലിൽ മാത്രം നമുക്ക് 35 ദിവസം ഇതിനെ മാറ്റി ഉപയോഗിക്കാൻ ശേഷിയുള്ള അത്രയും ക്രൂഡ് ഓയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 10,35,335 മെട്രിക് ടൺ ആണ് വന്നിരിക്കുന്നത്. ഈ 2 കപ്പലിലൂടെ വന്നിരിക്കുന്നത്. അത് നമുക്ക് ഈ 36 ദിവസം കൊണ്ട് മാറ്റി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ജസ്റ്റിൻ ട്രൂഡോ ആരാണ്? കാനഡൻ പ്രധാനമന്ത്രിയാണ്. ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഗ്യാസ് തരാന്നുള്ളത്. എന്തുകൊണ്ട് നമ്മൾ വാങ്ങുന്നില്ല? നമ്മൾ വാങ്ങി ജനങ്ങൾക്ക് കൊടുക്കുന്നതാണോ നല്ലത്? നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതാണോ നല്ലത്? നമുക്ക് 74 ദിവസത്തിന് വേണ്ടിയ എല്ലാ സാധനങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഒരു പെട്രോൾ പമ്പ് പോലും ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പൂട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഫസ്റ്റ് എന്റെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്തിട്ട് ഗ്യാസ് സിലിണ്ടറിന് വേണ്ടി ഫസ്റ്റ് വീട്ടിലേക്ക് ഗ്യാസ് വേണം പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് വർഷങ്ങളോളം കാത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ഒന്നും വരുന്നില്ലല്ലോ ഇപ്പൊ. ഗ്യാസ് ഇല്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.